Hi children, welcome to science class. Today we can continue 11th lesson, transportation in animals and plants. What is chapter name? Transportation in animals and plants. Okay, today you are going to study about heart. The heart is an organ which beats continuously to act as a pump for the transport of blood, which carries other substances with it. ഹാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗൻ ആണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്യാണ്. അതൊരു പമ്പ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? ഫംഗ്ഷൻ ട്രാൻസ്പോർട്ട് ഓഫ് ബ്ലഡ്. ബ്ലഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യാണ് ടു വേരിയസ് പാർട്സ് ഓഫ് ബോഡി. ബോഡിയിൽ ഓരോ പാർട്സിലേക്ക് ബ്ലഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു പമ്പാണ് ഹാർട്ട് എന്ന് പറയുന്നത്. The heart is located in the chest cavity with its lower tip slightly tilted towards the left. Heart chest ലാണുള്ളത്, chest cavity ലാണുള്ളത്. അതിന്റെ lower tip, its lower tip slightly tilted. Lower tip slight ആയിട്ട് ചെറുതായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ചരിഞ്ഞിരിക്കുകയാണ്. Slightly tilted towards left. Hold your fingers inwards on your palm. That makes your fist. Your heart is roughly the size of your fist. ഒരാളുടെ ഹാർട്ട് എന്ന് പറയുന്നത് കൈ ചുരുട്ടി പിടിച്ചാൽ ഉണ്ടാകുന്ന ആ ഒരു സൈസ് ആണ്. What will happen if the blood rich in oxygen and the blood rich in carbon dioxide mix with each other? ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡും കാർബൺ ഡയോക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡും കൂടെ മിക്സ് ആയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? To avoid this from happening, the heart has 4 chambers. ഹാർട്ടിൽ ആ ഒരു കാര്യം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഹാർട്ടിന് 4 chambers ഉണ്ട്. The 2 upper chambers are called atria. ഹാർട്ടിന്റെ 2 upper chambersനെ പറയുന്ന പേരാണ് atria. Singular form atrium. Singular ആണെങ്കിൽ atrium, plural atria. And the 2 lower chambers are called ventricles. താഴെയുള്ള lower chambers, 2 lower chambersനെ വിളിക്കുന്ന പേരാണ് ventricles. The partition between the chambers help to avoid mixing up of blood rich in oxygen with the blood rich in carbon dioxide. ആ ഒരു partition ഉള്ളത് കൊണ്ടാണ് ഓക്സിജൻ റിച്ച് ബ്ലഡും കാർബൺ ഡയോക്സൈഡ് റിച്ച് ബ്ലഡും തമ്മിൽ മിക്സ് ആവാത്തത്. Okay, this is the picture of section of human heart. Human heartന്റെ സെക്ഷൻ പിക്ചർ ആണ് തന്നിട്ടുള്ളത്. എന്തൊക്കെയാണുള്ളത്? അയോട്ട, pulmonary artery, pulmonary vein, left atrium, left ventricle. 2 chambers. Upper 2 chambers are called left atrium. This one is right atrium. This is right ventricle. Lower chambers ആണ്. This is left ventricle. Here you can see partition. Partition ഉണ്ട് ഇവിടെ. Partition completely separating the 2 halves. ഈ ഒരു partition എന്തിനാ ഇവിടെ ഉള്ളത്? ഈ 2 ചാമ്പേഴ്സും കൂടെ മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ദിസ് ഇസ് വീന കാവ. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഹയർ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഇൻ ദിസ് ക്ലാസ് യു വാണ്ട് ടു സ്റ്റഡി ഓൺലി പൾമണറി ആർട്ടറി, പൾമണറി വെയിൻ, ലെഫ്റ്റ് ആട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, റൈറ്റ് ആട്രിയം ആൻഡ് റൈറ്റ് ventricle. എന്താ അതിന്റെ ഫംഗ്ഷൻ? pulmonary vein. What is the function of pulmonary vein? Pulmonary vein ഓക്സിജനെ ഹാർട്ടിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്സിജനെ ഹാർട്ടിലേക്ക് എത്തിക്കുന്ന ഫംഗ്ഷൻ ആണ്. ലങ്സിൽ നിന്ന് ഹാർട്ടിലേക്ക് എത്തിക്കുന്നത് പൾമണറി വെയിൻ ആണ്. ഈ പൾമണറി ആർട്ടറിയിൽ what is the function of pulmonary artery? പൾമണറി ആർട്ടറിന്റെ ഫംഗ്ഷൻ എന്താണ്? കാർബൺ ഡയോക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡിനെ ഹാർട്ടിൽ നിന്ന് ലങ്സിലേക്ക് എത്തിക്കുന്നത് പൾമണറി ആർട്ടറി ആണ്. And this is partition. A partition ആണ്. You can see partition in this picture. Partition കാണാൻ പറ്റുന്നുണ്ട്. ഈ partition എന്തിനാ ഇവിടെ ഉള്ളത്? കാർബൺ ഡയോക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡും ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡും തമ്മിൽ മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബ്ലൂ കളർ എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് റിച്ച് ബ്ലഡ് ആണ്. ബ്ലൂ കളർ കാർബൺ ഡയോക്സൈഡ് റിച്ച് ബ്ലഡ് ആണ്. റെഡ് കളർ ഓക്സിജൻ റിച്ച് ബ്ലഡ് ആണ്. ഓക്കെ, പൾമണറി വെയിൻ ഓക്സിജനെ ലങ്സിലേക്ക് എത്തിക്കാൻ, പൾമണറി ആർട്ടറി ടു ട്രാൻസ്പോർട്ട് കാർബൺ ഡയോക്സൈഡ് എങ്ങോട്ടേക്ക്? കാർബൺ ഡയോക്സൈഡിനെ എവിടേക്ക്? ലങ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി, ടു ട്രാൻസ്പോർട്ട് കാർബൺ ഡയോക്സൈഡ് ടു ദ ലങ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് അബൌട്ട് ഹാർട്ട് ബീറ്റ്. The walls of the chambers of the heart are made up of muscles.
ഈ ചാമ്പേഴ്സിന്റെ വാൾസ് ഉണ്ടാക്കിയിട്ടുള്ളത് മസിൽസ് വെച്ചിട്ടാണ്. ദീസ് മസിൽസ് കൺട്രാക്ട് ആൻഡ് റിലാക്സ് റിതമിക്കലി. ആ മസിൽസ് കൺട്രാക്ട് ചെയ്യും റിലാക്സ് ചെയ്യുകയും ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട്. ദിസ് റിതമിക് കൺട്രാക്ഷൻ ഫോളോഡ് ബൈ ഇറ്റ്സ് റിലാക്സേഷൻ കൺസിസ്റ്റ്യൂട്ട് എ ഹാർട്ട് ബീറ്റ്. ആ റിതമിക് കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷനെയാണ് എന്ത് പറയുന്നത്? ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. ദിസ് റിതമിക് കൺട്രാക്ഷൻ ഫോളോഡ് ബൈ ഇറ്റ്സ് റിലാക്സേഷൻ കൺസിസ്റ്റ്യൂട്ട് എ ഹാർട്ട് ബീറ്റ്. എങ്ങനെയാ നോക്കുക ഹാർട്ട് ബീറ്റ്? The doctor feels your heartbeat with the help of an instrument called stethoscope. Stethoscope എന്തിനാ യൂസ് ചെയ്യുന്നത്? To measure heartbeat. Heartbeat measure ചെയ്യാൻ വേണ്ടിയിട്ടാണ്. Doctor feels your heartbeat with the help of instrument is called stethoscope. Stethoscope consists of, this is the picture of stethoscope. Stethoscope consists of chest piece that carries a sensitive diaphragm. Chest piece ആണത്. Chest pieceൽ എന്താ ഉള്ളത്? ഒരു diaphragm ഉണ്ട്. And two earpieces. രണ്ട് earpieces ഉണ്ട്. And tube joining the parts. ഈ earpiecesനെയും diaphragmത്തിനെയും join ചെയ്തിട്ട് ഒരു tube ഉണ്ട്. That's about stethoscope. The rhythmic beating of the various chambers of the heart maintains circulation of blood and transport of substances to different parts of the body. ഈ rhythmic beating, contraction, അതുപോലെ തന്നെ റിലാക്സേഷൻ പ്രോസസ്സിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത്? ബ്ലഡ് സർക്കുലേഷൻ ബോഡിയിൽ നടക്കുന്നത്. rhythmic beating of various chambers of heart maintain circulation of blood. ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ബോഡിയിലേക്ക് എല്ലാ പാർട്സിലേക്കും സബ്സ്റ്റൻസസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും റിതമിക് ബീറ്റിംഗ് വഴിയാണ്. ഓക്കെ, Bujo wonders if sponges and hydra also have blood. Sponges അതുപോലെ ഹൈഡ്ര വാട്ടർ ആനിമൽസ് ആണ്. ഈ ആനിമൽസിന് ബ്ലഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. Animals such as sponges and hydra do not possess any circulatory system. അതിന്റെ ബോഡിയിൽ എന്തില്ല? സർക്കുലേറ്ററി സിസ്റ്റം ഇല്ല. The water in which they live bring food and oxygen as it enters their body. The water carries away waste materials and carbon dioxide as it moves out. Thus, these animals do not need a circulatory fluid like the blood. ഇതിന്റെ ബോഡിയിൽ എന്തില്ല? ഒരു സർക്കുലേറ്ററി സിസ്റ്റം ഇല്ല. അത് താമസിക്കുന്ന അത് എവിടെയാണോ ഉള്ളത്? വാട്ടർ ആനിമൽസ് ആണ്. ആ വാട്ടർ ആനിമൽസ് വാട്ടറിൽ നിന്ന് ഫുഡ് എടുക്കും. ഓക്സിജനെ ഡയറക്റ്റ് ആയിട്ട് അതിന്റെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ വാട്ടർ ആനിമൽസ് എന്ത് അതിന്റെ ബോഡിയിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസിനെയും അത് ഡയറക്റ്റ് ആയിട്ട് പുറത്തേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് അതിനൊരു സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ആവശ്യമില്ല. These animals do not need a circulatory fluid like the blood. Next, about excretion in animals. Animals excretion process. Excretion. What is excretion? The process of removal of waste produced in the cells of the living organism is called excretion. Process of removal of waste produced in the cells of living organism is called excretion. Or living organism in the body produce ചെയ്യുന്ന waste-നെ remove ചെയ്യുന്ന process ആണ് excretion. The parts involved in excretion form the excretory system. Excretion process involved in the parts ne parayna perana excretory system. The parts involved in the excretion form the excretory system. Okay. Next, about excretory system in humans. Humans excretory process. The waste which is present in the blood has to be removed from the body. Body produce the waste ne എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. ഹൗ ക്യാൻ ദിസ് ബി ഡൺ? അത് എങ്ങനെയാ ചെയ്യുന്നത്? എ മെക്കാനിസം ടു ഫിൽറ്റർ ദ ബ്ലഡ് ഈസ് റിക്വയർഡ്. ബ്ലഡിലുള്ള വേസ്റ്റിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്, അതിനൊരു മെക്കാനിസം ഉണ്ട്. ദിസ് ഇസ് ഡൺ ബൈ ദ ബ്ലഡ് കാപ്പിലറീസ് ഇൻ ദ കിഡ്നീസ്. അത് ആരാ ചെയ്യുന്നത്? കിഡ്നീസിലുള്ള ബ്ലഡ് കാപ്പിലറീസ് ആണ്. കാപ്പിലറീസ് മീൻസ് small tubes. This is done by the blood capillaries in the kidneys. When the blood reaches the two kidneys, എത്തുന്ന സമയത്ത് it contain both useful and harmful substances. ബോഡിക്ക് ആവശ്യമായിട്ടുള്ള സബ്സ്റ്റൻസും ഉണ്ടായിരിക്കും, ഹാർംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസും ഉണ്ട്. The useful substances are absorbed back into blood. ബോഡിക്ക് ആവശ്യമായിട്ടുള്ള സബ്സ്റ്റൻസസിനെയൊക്കെ ബ്ലഡ് എന്താക്കും? അബ്സോർബ് ചെയ്യും. ദ വേസ്റ്റ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ആർ റിമൂവ്ഡ് ആസ് യൂറിൻ. വേസ്റ്റ് പ്രോഡക്റ്റ് റിമൂവ് ആവും. എങ്ങനെ റിമൂവ് ചെയ്യുന്നത്? ആസ് യൂറിൻ. യൂറിൻ ആയിട്ട് റിമൂവ് ചെയ്യും. ഫ്രം ദ കിഡ്നീസ് ദ യൂറിൻ ഗോസ് ഇൻ ടു യൂറിനറി ബ്ലാഡർ.
കിഡ്നിയിൽ നിന്ന് യൂറിൻ എങ്ങോട്ടേക്കാ പോകുന്നത്? യൂറിനറി ബ്ലാഡറിലേക്കാണ് എത്തുന്നത് ത്രൂ ട്യൂബ് ലൈക്ക് യൂറീറ്റേഴ്സ്. എന്താ പറയുന്നിട്ടുള്ളത്? കിഡ്നി, ദീസ് ആർ ടു കിഡ്നീസ്. കിഡ്നിയിൽ നിന്ന് യൂറിനറി ബ്ലാഡറിലേക്കാണ് യൂറിൻ എത്തുന്നത് ത്രൂ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ദാറ്റ് ഇസ് കോൾഡ് യൂറീറ്റർ. യൂറിനറി ബ്ലാഡറിലേക്ക് എത്തും. യൂറീറ്ററിലൂടെയാണ് യൂറിനറി ബ്ലാഡറിലേക്ക് എത്തുന്നത്. ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ബ്ലാഡർ. എന്നിട്ട് അത് യൂറിനറി ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യും ആൻഡ് ഇസ് പാസ്ഡ് ഔട്ട് ത്രൂ ദ യൂറിനറി ഓപ്പണിംഗ് അറ്റ് ദ എൻഡ് ഓഫ് എ മസ്കുലർ ട്യൂബ് കോൾഡ് യൂറീത്ര. എന്നിട്ട് അത് പുറത്തേക്ക് പോകും. യൂറിനറി ഓപ്പണിംഗിലൂടെയാണ് അത് പുറത്തേക്ക് പോകുന്നത്. ആ യൂറിനറി ഓപ്പണിംഗ് ഇസ് കോൾഡ് യൂറീത്ര. യൂറിനറി ബ്ലാഡറിൽ എത്തി യൂറിനറി ബ്ലാഡറിൽ സ്റ്റോർ ചെയ്ത് വെക്കും യൂറിൻ. അത് യൂറീത്രയിലൂടെ, യൂറിനറി ഓപ്പണിംഗ് ആയിട്ടുള്ള യൂറീത്രയിലൂടെ എന്താവും? ദാറ്റ് ഗോസ് ഔട്ട്, പുറത്തേക്ക് പോകും. So the kidneys, ureters, bladder and urethra form the excretory system in humans. Humansile excretory system എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണുള്ളത്? The kidneys, ureters, ureter that means tube ആണ്, ureters, and urinary bladder and urethra form the excretory system. An adult human being normally passes about 1 to 1.8 liter of urine 24 hours. 24 hours 1 to 1.8 liter വരെ യൂറിൻ ഒരു അഡൾട്ട് ഹ്യൂമൻ ബീയിങ് പാസ് ചെയ്യുന്നുണ്ട്. ദ യൂറിൻ കൺസിസ്റ്റ് ഓഫ് 95% വാട്ടർ. യൂറിൻ എന്ന് പറയുമ്പോൾ യൂറിനിൽ 95% വാട്ടർ ആണ് ആൻഡ് 2.5% യൂറിയ ആണ് and 2.5% waste product ആണ്. 95% water, 2.5% urea and 2.5% water. Okay, this is the picture of human excretory system. Next about dialysis. What is dialysis? Sometimes a person's kidneys may stop working due to infection or injury. ചില സമയത്ത് ആളുടെ കിഡ്നി കറക്റ്റ് വർക്ക് ചെയ്യില്ല. എന്താ? ഡ്യൂ ടു ഇൻഫെക്ഷൻ ഓർ ഇഞ്ചുറി. ഇൻഫെക്ഷൻ ആയാലോ എന്തെങ്കിലും ഇഞ്ചുറി വന്നാലോ. ആസ് എ റിസൾട്ട് ഓഫ് കിഡ്നി ഫെയിലിയർ, വേസ്റ്റ് പ്രോഡക്ട്സ് സ്റ്റാർട്ട് അക്യുമുലേറ്റിംഗ് ഇൻ ദ ബ്ലഡ്. ആ സമയത്ത് എന്താ? കിഡ്നി ഫെയിലിയർ ആയാൽ വേസ്റ്റ് പ്രോഡക്റ്റ് ബ്ലഡില് അക്യുമുലേറ്റ് ചെയ്യും, കൂടി നിൽക്കാൻ തുടങ്ങും, കൂട്ടിവെക്കും. Such persons cannot survive unless their blood is filtered periodically through an artificial kidney. അങ്ങനത്തെ ആൾക്കാർക്ക് അവരുടെ ബോഡിയിൽ നിന്ന് ആ വേസ്റ്റ് പ്രോഡക്റ്റിനെ റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഒരു ബോഡിക്ക് അത് കേടാണ്. അപ്പൊ ആ സച്ച് പേഴ്സൺസ് കനോട്ട് സർവൈവ്. അങ്ങനത്തെ ഒരു പ്രോസസ് അവിടെ നടന്നിട്ടില്ലെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല. അൺലെസ് ദിയർ ബ്ലഡ് ഇസ് ഫിൽറ്റർഡ് പീരിയോഡിക്കലി ത്രൂ ആൻ ആർട്ടിഫിഷ്യൽ കിഡ്നി. ഒരു ആർട്ടിഫിഷ്യൽ പ്രോസസ്സിലൂടെ ബ്ലഡിനെ ഫിൽട്ടർ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് എന്താക്കാൻ പറ്റില്ല? നിലനിൽക്കാൻ പറ്റില്ല. ആ ആർട്ടിഫിഷ്യൽ കിഡ്നി പ്രോസസ്സിലൂടെ ഫിൽട്ടർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡയാലിസിസ്. ആർട്ടിഫിഷ്യൽ ആയിട്ട് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന പ്രോസസ് ആണ് ഡയാലിസിസ്. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് dialysis. Okay, study. Thank you.